ഓം ശ്രീ സായിറാം. തത്വബോധം തുടർന്ന് നോക്കാം. വാസുദേവേന്ദ്രയോഗീന്ദ്രം നത്വാ ജ്ഞാനപ്രദം ഗുരും മുമുക്ഷൂണാം ഹിതാർത്ഥായ തത്വബോധോഭിധീയതേ. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയത് ഏതേഷാം പഞ്ചതത്വാനാം താമസാംശ പഞ്ചീകൃത പഞ്ചതത്വാനി ഭവന്തി. പഞ്ചീകരണം കഥം ഭവതി ഇതി കഥം ഇതി ചേത് പഞ്ചീകരണം കഥം ഇതി ചേത് ഏതേഷാം പഞ്ചമഹാഭൂതാനാം താമസ അംശസ്യ രൂപം ഏകൈകം ഭൂതം ദ്വിധാ വിഭജ്യ ഏകം അർത്ഥം പൃഥക് തൂഷ്ണീം വ്യവസ്ഥാപ്യ അപരം അർത്ഥം ചതുർത്ഥാ വിഭജ്യ സ്വ അർത്ഥം അന്യേഷു അർത്ഥേഷു സ്വഭാഗ ചതുഷ്ടയ സംയോജനം കാര്യം. വിശദമായിട്ട് നമ്മൾ പഠിച്ചു. തഥാ പഞ്ചീകരണം ഭവതി. എന്നിട്ട് പറഞ്ഞു ഏതേഭ്യഃ പഞ്ചീകൃത പഞ്ചമഹാഭൂതേഭ്യഃ സ്ഥൂല ശരീരം ഭവതി എന്ന്. ഏവം പിണ്ഡ ബ്രഹ്മാണ്ഡയോഹോ ഐക്യം സംഭൂതം. നമ്മൾ ആ ഭാഗമാണ് ഇനി നോക്കാൻ പോകുന്നത്. 4 ടോപ്പിക് ഉള്ളതില് 3 ടോപ്പിക് നമ്മൾ നോക്കി തത്വബോധത്തിലെ. 1 അധികാരിത്വം, 2 ജീവവിചാരം, 3 സൃഷ്ടി വിചാരം. ഇനി വരുന്നത് ജീവ ഈശ്വര ഐക്യം അഥവാ മഹാവാക്യ വിചാരം. അപ്പോ 3 ഹെഡിങ് ഇവിടെ തീർന്നു. ഏതില്? ഏതേഭ്യ പഞ്ചീകൃത പഞ്ചമഹാഭൂതേഭ്യ സ്ഥൂല ശരീരം ഭവതി ഏവം പിണ്ഡ ബ്രഹ്മാണ്ഡയോഹോ ഐക്യം സംഭൂതം എന്ന് പറഞ്ഞ് അവിടെ 3 തീർന്നു. ഇനി 4 കടക്കുകയാണ്. സ്ഥൂല ശരീര അഭിമാനി ജീവനാമകം ബ്രഹ്മ പ്രതിബിംബം ഭവതി. ഒരു തരം 3. സ്ഥൂല ശരീര അഭിമാനി ജീവനാമകം ബ്രഹ്മ പ്രതിബിംബം ഭവതി. സ ഏവ ജീവഃ. സ ഏവ ജീവഃ പ്രകൃത്യാ സ്വസ്മാത് ഈശ്വരം ഭിന്നത്വേന ജാനാതി. ഈശ്വരം ഭിന്നത്വേന ജാനാതി. സ്ഥൂല ശരീര അഭിമാനി ജീവനാമകം ബ്രഹ്മ പ്രതിബിംബം ഭവതി. സ ഏവ ജീവഃ പ്രകൃത്യാ സ്വസ്മാത് ഈശ്വരം ഭിന്നത്വേന ജാനാതി. ഇതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഭാഗം. നമുക്ക് പിന്നെ ഓരോ വാക്കിന്റെ അർത്ഥമായിട്ട് പിന്നെ നോക്കാം. ഇവിടെ ചില പ്രത്യേക കാര്യങ്ങളൊന്ന് വിചാരം ചെയ്തിട്ട് വേണം ഇതിനകത്തേക്ക് പോകാൻ. 3 വിഷയങ്ങൾ അറിയണം. ഇപ്പൊ നമ്മളൊരു വിഷയം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ മാത്സ് പഠിക്കുക. അപ്പൊ നമ്മൾ എന്താ നമുക്കറിയാം? മാത്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം അല്ലെ? മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു രൂപമുണ്ട്, ഒരു ഊഹമുണ്ട് മനസ്സിൽ, ഇന്നതാണ് എന്നൊരു സംഗതി ഉണ്ട്. അതേമാതിരി ഫിസിക്സ് പഠിക്കാൻ പോണു എന്ന് പറഞ്ഞാൽ അറിയാം ഫിസിക്സ് എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ആ സബ്ജക്ട് എന്താണ് എന്നറിയാം. അതേമാതിരി ഹിസ്റ്ററി പഠിക്കാൻ പോണു എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി, എന്താണ് ഹിസ്റ്ററി എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട് നമുക്ക്. അതുപോലെ വേദാന്തം എന്ത് വിഷയമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്? വേദാന്തം എന്ത് വിഷയമാണ് പറഞ്ഞു തരുന്നത്? വേദാന്തത്തിന്റെ ട്രൂത്ത് എന്താണ്? വേദാന്തത്തിൽ കൂടി വരുന്നത് എന്താണ്? അതിന്റെ ട്രൂത്ത് എന്താണ്? അപ്പോ ആദ്യമായിട്ട് വേദാന്തം പറഞ്ഞു തരുന്നത് അവനവനെ കുറിച്ചുള്ള വിചാരമാണ്. വേദാന്തം പഠിക്കുന്നു ഒരാളെന്ന് പറഞ്ഞാൽ എന്താണ് അയാൾ പഠിക്കുന്നത്? അവനവനെ കുറിച്ച് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ജീവിതത്തിൽ ബാക്കിയുള്ള സ്റ്റേജുകളൊക്കെ കടന്നു വന്ന് അവസാനം അവനവനെ കുറിച്ചെങ്കിലും അറിയണം. അല്ലാതെ ഈ ശരീരം വിട്ടു പോയാൽ എന്ത് പ്രയോജനം? ഇത്രയും കാലം ജീവിച്ചിട്ട് ഞാൻ ആരാണ്, എന്താണ് ഈ ശരീരം, ഞാൻ ആരാണ്, എന്തുകൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത്, ഇതെന്താണ് ഇങ്ങനെ ജനിച്ചു, പിന്നെ ഇങ്ങനെ വലുതായി വന്നു, അവസാനമായി പിന്നെ ഇതെല്ലാം ക്ഷീണിച്ച് ഒന്നിനും കൊള്ളിലുണ്ടായി,
പിന്നെ മരണം എന്നൊരു സംഭവം വരുന്നു. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ഇതൊക്കെ ഒന്ന് അറിയണ്ടേ? ഇതൊക്കെ അറിയണം. അതറിയണമെങ്കിൽ വേദാന്തം പഠിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് വേദാന്തം പഠിക്കണം എന്ന് പറയുന്നത്. പക്ഷെ ആൾക്കാർക്ക് പേടിയാണ്. വേദാന്തം പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ അത് നമുക്കൊന്നും പറ്റിയതല്ലാന്നോ, അല്ലെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതം മൊത്തത്തിൽ കുളമായി, ജീവിക്കാൻ പറ്റില്ല, ജീവിതം ആസ്വദിക്കാൻ പറ്റില്ല, സുഖഭോഗങ്ങളെയൊക്കെ ത്യജിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഉള്ളൊരു തെറ്റായ വിചാരമാണ് വേദാന്തത്തെ കുറിച്ച് ആൾക്കാരുടെ ഇടയിൽ ഉള്ളത്. വേദാന്തം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. എന്താണ് ഇവിടെ കാണുന്നത്? ഇതെന്താണ്? ആരാണ് ഇതിന് പിന്നില്? ഈ ഒരു കാര്യങ്ങളാണ് അറിയുന്നത്. ഈ ശരീരം എന്താണ്? ഈ ജീവൻ എന്താണ്? എന്താണ് ജീവൻ വിട്ടുപോകണം എന്ന് പറയുന്നത് എന്താണ്? മരണം എന്ന് പറയുന്നത് എന്താണ്? ജനനം എന്ന് പറയുന്നത് എന്താണ്? ഇതൊക്കെ ഒന്ന് അറിയണ്ടേ? എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, ഇത് മാത്രമേ എന്തേ ശ്രമിക്കാത്തെ? അപ്പൊ ഇതിനെക്കുറിച്ചൊന്ന് അറിയണം. അപ്പോ അവനവനെ പറ്റിയുള്ള വിചാരം ഒന്ന്. രണ്ട്, ഈ ലോകത്തിന്റെ സ്റ്റാറ്റസ് നമ്മൾ കാണുമ്പോൾ എന്താണ്? പലതും ഉണ്ടാകുന്നു, പലതും നശിക്കുന്നു. ചിലത് നമ്മുടെ ഈ കാലയളവിൽ നമുക്ക് നാശം കാണാൻ പറ്റും, ചിലത് അങ്ങനെ കാണാൻ പറ്റില്ല. നമ്മളെക്കാട്ടിലും ആയുസ് അവർക്ക് കാണും, നമ്മളെക്കാട്ടിലും കുറെ കാലം അതുണ്ടാവും. അതേമാതിരി നമുക്ക് മുമ്പ് പണ്ടേ തൊട്ടേ ഉണ്ടായിരുന്ന പലതും നമ്മുടെ സമയത്ത് നശിക്കുന്നതും നമുക്ക് കാണാം. അങ്ങനെ നിത്യം അനിത്യം എന്നുള്ളൊരു തരംതിരിവിനെ നമുക്ക് നമ്മുടെ ഇവിടെ കാണാം. നിത്യമല്ല എന്നുള്ളത് നമുക്ക് കാണാം, അനിത്യമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോ പഞ്ചഭൂത നിർമ്മിതം എന്ന് പഠിച്ച ശേഷം അത് ശരിയാണോ എന്ന് നമ്മൾ ഒന്ന് നോക്കുന്നുണ്ട്. പഞ്ചഭൂത നിർമ്മിതമാണെന്ന് പഠിച്ചു, ഇനി ശരിയാണോ എന്നും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നു, ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടത് ആണ് എന്നൊരു ബോധ്യം നമുക്ക് വന്നാൽ, ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നൊരു ബോധ്യം ഉള്ളിലുണ്ടായാൽ ആരാണത് ചെയ്തത്? എങ്ങനെയാണത് ഉണ്ടായത്? എത്ര സമയം കൊണ്ടാണിത് ഉണ്ടായത്? ഇതൊക്കെ ഒന്ന് അറിയണ്ടേ? പിന്നെ നാം ഇവിടെ ഒരു നിയമമുണ്ട് പ്രകൃതിയിൽ. ഇങ്ങനെ ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ ആ നിയമം അനുസരിച്ച് തന്നെ പ്രകൃതി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സീസൺ മാറി മാറി വരുന്നു, മഴ വരുന്നു, പിന്നീട് വെയിൽ വരുന്നു, മഞ്ഞ് വരുന്നു, വീണ്ടും മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ഉദയവും അസ്തമനവും ഒക്കെ കാണുന്നു. ചന്ദ്രൻ വരുന്നു, എവരി 15 days അതിന്റെ ചന്ദ്രൻ ഇങ്ങനെ വലുതാവുന്നതായിട്ട് കാണുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഒന്ന് പുറത്തേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ അത്ഭുതങ്ങൾ തന്നെയാണ്. മാത്രമല്ല അതിന്റെ പുറകിലൊരു നിയമമുണ്ട്. അവരാരും ആ നിയമം തെറ്റിച്ചൊന്നും ചെയ്യുന്നില്ല. എല്ലാവരും ആ നിയമം അനുസരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്? ആരാണ് ഇതിന്റെയൊക്കെ പിന്നില്? ഇത് ആരെങ്കിലും നിശ്ചയിച്ചതല്ലാതെ ഇങ്ങനെ ഒരു നിയമം ഉണ്ടാവത്തില്ല, അത് ഉറപ്പാണ്. നിയമം എന്ന് പറഞ്ഞാൽ ഒരാൾ നിശ്ചയിച്ചതേ ഉണ്ടാവത്തുള്ളൂ, അല്ലാതെ നിയമം എങ്ങനെ ഉണ്ടാവണേ? അപ്പൊ ആരാണത് നിശ്ചയിച്ചത്? ആരാണത് കൺട്രോൾ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ പറയും, അയ്യോ അതറിയാലോ, അത് നമുക്കറിയാം, അത് ഈശ്വരനാണ് ഇതെല്ലാം ചെയ്തത്, സൃഷ്ടിച്ചത് ഈശ്വരനാണ്, ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന ഈശ്വരനാണ്, നിയമത്തെ കറക്റ്റായിട്ട് നടപ്പാക്കുന്ന ഈശ്വരനാണ്, ഇതൊക്കെ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആ ഈശ്വരന്റെ തന്മ എന്താണ്? ആ ഈശ്വരന്റെ സ്വരൂപം എന്താണ്? ആ ഈശ്വരന്റെ സത്യം എന്താണ്? ആ ഈശ്വരൻ എന്ന് പറയുന്ന തത്വം എന്താണ്? എന്താണ് ആ തന്മ ആ ഈശ്വരന്റെ? ഇതൊക്കെ ഒന്ന് അറിയണ്ടേ? അതൊക്കെ അറിയണം. അതാണ് വേദാന്തം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അറിയലാണ് വേദാന്തം പഠിക്കൽ. ജീവസ്വരൂപം നമ്മൾ പഠിച്ചു, ജീവസ്വരൂപം. അപ്പൊ അതില് സ്ഥൂല ശരീരം ഉണ്ടാകുന്നത് വരെ നമ്മളെല്ലാം പഠിച്ചു. എങ്ങനെയാണ് കാരണ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്, സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊക്കെ നമ്മൾ നോക്കി. ജീവസ്വരൂപം നോക്കി. ഇനി അതിനകത്തുള്ള പ്രകാശത്തെയാണ് മനസ്സിലാക്കാനുള്ളത്. പിന്നെ ജഗത് സ്വരൂപം, നമ്മൾ ഈ കാണുന്ന ജഗത്ത്, പ്രപഞ്ചം, ഇതെങ്ങനെ ഉണ്ടായി, ഇതിന്റെ സ്വരൂപം, അത് നമ്മൾ പഠിച്ചു. പഞ്ചമഹാഭൂതങ്ങളുടെ സൂക്ഷ്മാംശത്തിൽ നിന്ന് പിന്നീട് അതിന്റെ സ്ഥൂല അംശം ഉണ്ടായി എന്ന് പഠിച്ചു. പിന്നെ ഈശ്വര സ്വരൂപം, ഇതെല്ലാം ഉണ്ടാക്കിയ ഒരാള്, ചിലന്തിയിൽ നിന്ന് ചിലന്തിയുടെ വലയുണ്ടാകുന്ന പോലെ ഈശ്വരനിൽ നിന്ന് തന്നെ ഈശ്വരന്റെ തന്നെ അംശമായ ഈ കാണുന്നതെല്ലാം ഉണ്ടായി എന്നും പഠിച്ചു. അപ്പൊ ഈ മൂന്നിന്റെയും സബ്ജക്ട് മാറ്റർ ഈ മൂന്നുമാണ് നമുക്ക് ഒന്നുകൂടെ നോക്കാനുള്ളത്. ഇതാണ് ശരിക്കും ഫിലോസഫിയുടെ സബ്ജക്ട് മാറ്ററും ഇത് തന്നെയാണ്. ജീവ ഈശ്വര ബന്ധം ആണ് നമ്മൾ ഇനി വിചാരം ചെയ്യാൻ പോകുന്നത്. ജീവനും ഈശ്വരനും തമ്മിലുള്ള ബന്ധം എന്ത്? ഇത് വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു തത്വമാണ്. ബാക്കി എന്തെല്ലാം നമ്മൾ പഠിച്ചാലും
അത് മുഴുവനാവില്ല. ഇത് വന്നാൽ മാത്രമേ യഥാർത്ഥമായിട്ടുള്ള ഒരു ആത്മീയ അറിവ് ഉണ്ടാവുകയുള്ളൂ. എന്താണ് നമ്മളും ഈശ്വരനും തമ്മിലുള്ള ബന്ധം? എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്ത്? ഇത് ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. ഇത് മനസ്സിലാകാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം. നമ്മൾ ഈ അജ്ഞാനത്തിൽ നിന്ന് പുറത്തു വരാൻ നമുക്ക് സാധിക്കാത്തത്, നമുക്ക് ജ്ഞാനം ലഭിക്കാത്തത് ഈ കാര്യം അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ അതിനെ നമുക്ക് വളരെ നന്നായിട്ട് നമുക്ക് നോക്കാം, ശ്രദ്ധിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഒരു മേജർ ടോപ്പിക്കാണ്, വളരെ മേജർ ആയിട്ടൊരു ടോപ്പിക്കാണ്. ബാക്കി നമ്മൾ നേരത്തെ ചെയ്ത വിചാരങ്ങളെല്ലാം ഇതിലേക്ക് നയിക്കുന്നതാണ്. ഇതിൽ വന്നാലേ അതൊക്കെ പൂർണ്ണമായിട്ടും നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. ലോകം എന്ന് പറയുമ്പോ നമ്മളും അതിൽ ഉൾപ്പെടുമല്ലോ, അല്ലേ? ലോകം എന്ന് പറയുമ്പോൾ നമ്മളും ഉണ്ടല്ലോ ലോകത്തില്. അതുകൊണ്ടാണ് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുമ്പോൾ അവനവനെയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ. നമുക്ക് വേണ്ടി വേറെ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. സമസ്ത ജീവജാലങ്ങൾക്കും വേണ്ടി, ലോകാസമസ്ത ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി, എല്ലാ ലോകങ്ങളിലുള്ളവർക്കും വേണ്ടി ഒന്നുകൂടെ വിശദമായിട്ട് ഭഗവാൻ പറഞ്ഞു, സമസ്ത ലോകാസുഖിനോ ഭവന്തു എന്നാക്കി ഭഗവാൻ. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളതിനെ പുട്ടപ്രതിയില് ഭഗവാൻ ഒരിക്കൽ പറഞ്ഞു, സമസ്ത ലോകാഹ, ഈ കാണുന്ന ഒരു പ്രപഞ്ചം മാത്രമൊന്നും അല്ല ഇവിടെ ഉള്ളേ, എത്രയോ ഉണ്ട് നമുക്കറിയാതെ. അതിപ്പോ സയൻസും പലതായിട്ട് കാണിച്ചു തരുന്നുണ്ട്, പലതും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് വേണം പ്രാർത്ഥിക്കാൻ. അപ്പൊ നമ്മളും ലോകത്തിന്റെ ഒരു ഭാഗമാണ്, അതിനകത്ത് നമ്മളും കൂടിയുണ്ട്. നമുക്കും ഈശ്വരൻ തമ്മില് രണ്ട് തരം റിലേഷൻഷിപ്പാണ് ഉള്ളത്. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നു, രണ്ട് തരം റിലേഷൻഷിപ്പ്. അത് അതിന്റെ ഉദാഹരണം വെച്ച് നോക്കുകയാണെങ്കിൽ, ഒരു അധ്യാപകന്റെ വീട്ടില് അയാളുടെ മകൻ അധ്യാപകന് എങ്ങനെയാണ് ഏറ്റവും ഇഷ്ടമുള്ള അരുമയായ ഒരു മകൻ, അതല്ലേ? ഒരു മകൻ വീട്ടിലുള്ളപ്പോ ഏറ്റവും ഇഷ്ടമുള്ള അരുമയായ ഒരു മകൻ. അതേ മകൻ ഈ അച്ഛൻ അധ്യാപകനാണ്. അപ്പൊ ക്ലാസ് മുറിയിൽ ഇരിക്കുമ്പോഴോ, ക്ലാസ് മുറിയിൽ അച്ഛൻ ഇരിക്കുമ്പോ എങ്ങനെയാണ് മകൻ അച്ഛനും തമ്മിൽ എങ്ങനെയാണ് അവിടുത്തെ ബന്ധം? അച്ഛൻ അധ്യാപകനായിട്ടിരിക്കുന്നു, മകൻ വിദ്യാർത്ഥിയായിട്ടിരിക്കുന്നു. അപ്പോ വെറും ഒരു വിദ്യാർത്ഥി മാത്രമാണ്, മകനായിട്ട് അവിടെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ മറ്റുള്ള കുട്ടികളെ പോലെ ഒരു വിദ്യാർത്ഥിയായിട്ടേ പറ്റും. അവിടെ വെച്ച് കൊഞ്ചിക്കാവോ? കുഞ്ഞിനെ കൊഞ്ചിച്ച് നമ്മൾ വീട്ടിൽ കൊഞ്ചിക്കുന്ന പോലെ കൊഞ്ചിക്കാവോ ക്ലാസ്സിൽ? പറ്റില്ല. അപ്പൊ അതിൻ്റെതായ ഒരു നിയമവും കാര്യങ്ങളും അവിടെ ഉണ്ട്. എങ്ങനെ കാണണം എന്നുള്ളതിനൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ട് അവിടെ. അതനുസരിച്ചേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പറ്റുകയും. ഈ റിലേഷൻഷിപ്പ് ഒരു ഗുരു ശിഷ്യ റിലേഷൻഷിപ്പാണ്. എവിടെ? സ്കൂളില്. വീട്ടില് അച്ഛനും മകനും എന്നുള്ള റിലേഷൻഷിപ്പ്. അപ്പോ ജീവനും ഈശ്വരനും തമ്മില് ഇതുപോലെ രണ്ട് തരം റിലേഷൻഷിപ്പ് ഉണ്ട്. ഇപ്പൊ രണ്ടു തരം ഏതാ പറഞ്ഞത്? വീട്ടില് അച്ഛനും മകനും, സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ ഗുരുവും ശിഷ്യനും. രണ്ടു തരം റിലേഷൻഷിപ്പ്, ഒരേ ആൾക്കാർ തമ്മിൽ. അതേപോലെ ഈശ്വരനും നമ്മളും തമ്മിൽ രണ്ട് തരം റിലേഷൻഷിപ്പ് ഉണ്ട്. ആദ്യത്തേത്, ഈ ലോകത്തെ സൃഷ്ടിച്ച ഈശ്വരൻ തന്നെയാണ് നമ്മളെയും സൃഷ്ടിച്ചത് എന്ന വിചാരം. ഓർക്കുക, ഈ ലോകത്തെ സൃഷ്ടിച്ച ഈശ്വരൻ തന്നെയാണ് നമ്മളെയും സൃഷ്ടിച്ചത് എന്ന ഒരു വിചാരം. ഈശ്വരൻ സൃഷ്ടികർത്ത, ഈശ്വരൻ സൃഷ്ടികർത്ത, നമ്മളോ സൃഷ്ടിക്കപ്പെട്ട വസ്തു. നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്, ഈശ്വരൻ സൃഷ്ടികർത്ത. ക്രിയേറ്റർ ക്രിയേഷൻ റിലേഷൻഷിപ്പ്, ഇതിന് ക്രിയേറ്റർ ക്രിയേഷൻ റിലേഷൻഷിപ്പ് എന്ന് പറയും. ഇത് സാധാരണയായിട്ട് നമുക്കുള്ള വിചാരം അല്ലെ? ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ വിചാരം അതല്ലേ? ഈശ്വരനാണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചത്, സൃഷ്ടിക്കുന്ന ആള് ഈശ്വരൻ, നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടവരെ. ഇങ്ങനെയാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. സാധാരണ വിചാരം ഇതാ, ഇതിന് സംശയമൊന്നുമില്ല. ഈശ്വരൻ എല്ലാം സൃഷ്ടിച്ചു, നമ്മളെയും സൃഷ്ടിച്ചു. അങ്ങനെ നമ്മൾ സൃഷ്ടിക്കപ്പെട്ട വസ്തു, ഈശ്വരൻ സൃഷ്ടിക്കുന്ന ആള്.
ഈ വിചാരമാണ് നമ്മൾ സാധാരണയായിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് ഇത് അംഗീകരിച്ചിട്ടുണ്ട് ഈ വിചാരത്തെ. പിന്നെ അടുത്തത്, നാം കർമ്മം ചെയ്യുന്നു, ഓരോരോ കർമ്മങ്ങൾ നാം ചെയ്യുന്നു, ഈശ്വരൻ അതിൻ്റെ കണക്ക് നോക്കി ഫലം തരുന്നു എന്നൊരു വിശ്വാസം അതുണ്ട്. നമ്മൾ ഓരോ പ്രവർത്തികൾ ചെയ്യുന്നു, അതിൻ്റെ ഫലം തരുന്നത് ഈശ്വരനാണ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ പറയും, ഈശ്വരൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് ഇങ്ങനെയാണല്ലോ ഫലം കിട്ടിയത്, ഈശ്വരൻ ഇങ്ങനെ എന്താ പക്ഷാപനം ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ സ്ഥിരം പറയുന്നതാണ്. അയാളും ഇതേ ജോലി ചെയ്തു, ഞാനും ഇതേ ജോലി ചെയ്തു, പക്ഷെ എനിക്ക് ഇങ്ങനെ കിട്ടി, അയാൾക്ക് അങ്ങ് വേറൊരു തരത്തിലാണ്. ചിലർക്ക് കൂടുതൽ മെച്ചമുണ്ടാവുന്നു, ചിലർക്ക് കുറവ് മെച്ചമുണ്ടാവുന്നു, ചിലർക്ക് നാശങ്ങൾ സംഭവിക്കുന്നു. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ആരെയാ പറയുന്നേ? ഫലം തരുന്ന ഒരാളെ പറയുന്നുണ്ട്. ആരെയാണ്? ഈശ്വരനെ. ഈശ്വരന്റെ നിശ്ചയം എങ്ങനെയായിരിക്കാം എന്ന് നമ്മൾ പറയും. അത് ഈശ്വരൻ നിശ്ചയിച്ചതാണ്. ഈ കർമ്മത്തിന്റെ നമുക്ക് കിട്ടേണ്ട ഫലമൊക്കെ ആരാ തരുന്നത്? ഈശ്വരനാണ് തരുന്നത്. അങ്ങനെയും നമ്മുടെ ഒരു വിശ്വാസം അതാണ്. നമ്മൾ ഈശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ട ആള്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം തരുന്ന ആള്, നോക്കിയും കണ്ടും ചെയ്യുന്നത് ഈശ്വരൻ. കർമ്മ ഫലദാത ഈശ്വരൻ എന്ന് നമ്മൾ വിചാരിക്കുന്നു. കർമ്മ ഫലദാത ഈശ്വരൻ. അതായത് അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരാൾക്കൊരു ദാനം കൊടുക്കും. ഒരു ദാനം വളരെ വിശിഷ്ടമാണല്ലോ, ദാനം കൊടുക്കുക എന്നുള്ളത്. ഒരാൾക്കൊരു ദാനം കൊടുക്കും. ദാനം സ്വീകരിച്ച ആൾ എന്ത് ചെയ്യും? ദാനം സ്വീകരിച്ച് ഇവിടെ വീട്ടിൽ നിന്ന് പണി ചെയ്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ തന്നിട്ട് പോവില്ല. ദാനം സ്വീകരിച്ച ആള് ദാനം കൊണ്ടങ്ങ് പോകും. ചിലപ്പോൾ ഒരു താങ്ക്സും കൊടുത്ത് ചിലപ്പോൾ പറഞ്ഞേക്കാം. ചിലപ്പോൾ ദാനം സ്വീകരിച്ച ആള് നന്ദി പറഞ്ഞു പോകും. ഈ ദാനം എന്ന പുണ്യപ്രവൃത്തി, അതൊരു പുണ്യപ്രവൃത്തിയാണെന്ന് നമുക്കറിയാം. ദാനം എന്ന പുണ്യപ്രവൃത്തിക്ക് ഫലം ഫലം കിട്ടുന്നുണ്ടോ? ഒരാൾക്ക് ദാനം കൊടുത്ത ഉടനെ അതിന്റെ ഫലം കിട്ടും. അപ്പൊ ഗോദാനം വളരെ വിശേഷപ്പെട്ടതാണ്. എന്നാൽ ശരി, ഗോദാനം കൊടുത്തു, ഉടനെ അതിന്റെ പുണ്യം നമുക്ക് കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും അനുഭവം കാണുന്നുണ്ടോ? അപ്പൊ തന്നെ എന്തെങ്കിലും അത്ഭുതം അപ്പൊ തന്നെ സംഭവിക്കുന്നുണ്ടോ? ഒന്നുമില്ല. പക്ഷെ നമുക്കറിയാം അതൊരു പുണ്യപ്രവൃത്തിയാണ്, അതിനൊരു ഫലമുണ്ട്, നമുക്കറിയാം. ആ ഫലം നിശ്ചയിക്കുന്നത് ആരാണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനാണ്. ആ ഫലം നിശ്ചയിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനാണ്. അപ്പൊ ഈ ദാനം എന്ന പുണ്യപ്രവൃത്തിയുടെ ഫലം എവിടെയാണ് ഇരിക്കുന്നത്? അത് ആരാണ് നിശ്ചയിക്കുന്നത്? അത് എപ്പോൾ ലഭിക്കും? ഇതൊക്കെ ചോദ്യങ്ങളല്ലേ. ദാനം കൊടുത്തു, എവിടെ, എപ്പോൾ, എങ്ങനെ ലഭിക്കും അതിന്റെ പുണ്യം? അപ്പൊ ഇത് ഏത് നിയമമാണ് അത് നിശ്ചയിക്കുന്നത്? ഇതൊരു നിശ്ചയം വരുമല്ലോ. ഈ ദാനം കൊടുത്തതിന്റെ ഫലം എവിടെ കിട്ടണം, എപ്പോ കിട്ടണം, എങ്ങനെ കിട്ടണം എന്നൊക്കെ ഒരു നിശ്ചയം വേണം. അപ്പൊ ഈ ഏത് നിയമമാണ് അതിനുപയോഗിക്കുന്നത്? ആ നിയമം ആരാണ് ഉണ്ടാക്കിയത്? ആ ഒരു നിയമം, ആ നിയമം നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത് ആരാണ്? എന്താ വെച്ചാൽ അങ്ങനെ ഒരു നിയമം ഉണ്ടെന്നുള്ള ഉറപ്പാണ്, ഒരാൾ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ്. ഇപ്പൊ നിസ്സാരം, നമ്മളിപ്പോ ട്രാഫിക് റൂൾസ് നോക്കുകയാണെങ്കിൽ, ട്രാഫിക് റൂൾസ്, ട്രാഫിക് ലൈറ്റും ട്രാഫിക് റൂൾസും ഒക്കെ ഇങ്ങനെ അതിൻ്റെതായ രീതിയിൽ അവിടെ വച്ചിട്ടുണ്ടാവും. നമ്മൾ അതനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. അത് ലംഘിച്ചാൽ നമ്മൾ അതിന് ആൻസറബിൾ ആണ്. അപ്പൊ നമ്മൾ ആരെങ്കിലും ഒരാൾ വന്ന് അതിന് കടലാസ് വരുമോ, നമ്മളെ പിടിക്കുകയോ പോലീസ് പിടിക്കുകയോ ചെയ്യും. അപ്പോ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ്? ഗവൺമെന്റ് അല്ലെങ്കിൽ പോലീസാണ് നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ നിയമം നമുക്ക് കാണാം, ഇന്ന രീതിയിൽ ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ട്. അത് മാറി നമ്മൾ നിയമം ലംഘിച്ചാൽ നമ്മൾ ആൻസറബിൾ ആണ്. അപ്പോൾ ഒരാൾ അതിനെ പിടിക്കാനും ചോദ്യം ചെയ്യാനും അതിന്റെ ശിക്ഷ തരാനുമായിട്ടുണ്ട്. അതുപോലെ ഈ ഭൂമിയിൽ പല പ്രവൃത്തികളും ഉടനെ ഫലം കാണാത്ത രീതിയിലുണ്ട്. അപ്പോ ആരോ ഒരു ശക്തി ഈ ഫലത്തെ നിശ്ചയിക്കുന്നുണ്ട്. ഒരു നിയമം അതിന് ബാധകമാണ്. അപ്പോ അതാര്?
നമുക്കറിയാം അത് ഈശ്വരൻ. ഇങ്ങനെ ജഡമായ കർമ്മത്തിന്റെ ഫലം തരുന്നത് ഈശ്വരനാണ് എന്ന് നമുക്കറിയാം. നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് ഈശ്വരനാണ്. അങ്ങനെ നമ്മൾക്ക് പൂർണ്ണ വിശ്വാസം ഉള്ളത് കൊണ്ട് ഈശ്വരനാണ് നിയമം ഉണ്ടാക്കിയത്, ഈശ്വരൻ അതിനെ ശ്രദ്ധിക്കുന്നുണ്ട്, ഈശ്വരനാണ് നടപ്പാക്കുന്നത് എന്ന പൂർണ്ണ ബോധ്യം ഉള്ളത് കൊണ്ട് നമ്മളൊരു തെറ്റ് ചെയ്തു എന്നറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്തു, ചെയ്തു പോയി, അറിഞ്ഞു, ഉടനെ അതിനൊരു പ്രായശ്ചിത്തം നമ്മൾ ചെയ്യും, ഇല്ലേ? തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പ്രായശ്ചിത്തം ചെയ്യുക എന്നൊരു കാര്യം കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. തെറ്റ് ചെയ്താൽ അത് ചിലപ്പോ നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങളും ദൈനംദിന ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും ഭാവിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ പല പല പ്രശ്നങ്ങളും പല സങ്കടങ്ങളും ശോകങ്ങളും ഒക്കെ വരുമ്പോ നമ്മൾ മനസ്സിൽ വിഷമം വരും. നമ്മളൊരു ജ്യോത്സ്യനെ ആരെങ്കിലും സമീപിക്കും. അപ്പൊ ചിലപ്പോ അവര് പറയും, ചിലപ്പോ ഇന്ന കാര്യങ്ങൾക്കൊരു പ്രായശ്ചിത്തം ചെയ്യണം, കുറെ ദോഷങ്ങൾ കാണുന്നുണ്ട് എന്നൊക്കെ പറയും. ഇതല്ലെങ്കിലും നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. ഇനി എങ്ങും പോകണ്ട, നമുക്ക് തോന്നും എന്തോ ദോഷം നമ്മളെ ബാധിച്ചിരിക്കുന്നല്ലോ. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അതിൻ്റെതായ ശുഭപര്യവസായിട്ട് വരുന്നില്ല. നമ്മൾ പ്രതീക്ഷിച്ച ഗുണം പല കർമ്മങ്ങളിൽ നിന്നും ലഭിക്കുന്നില്ല. ചിലത് നേരെ തിരിഞ്ഞും പോകുന്നു. എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ ആരെ ആശ്രയിക്കുന്നേ? നമ്മൾ തീർച്ചയായിട്ടും ഒരു അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിച്ച് ഈശ്വരനെ പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ശ്ലോകങ്ങൾ നിത്യം പാരായണം ചെയ്യുക, 21 ദിവസം ജപിക്കുക, അല്ലെങ്കിൽ 41 ദിവസം ജപിക്കുക, അങ്ങനെ, അല്ലെങ്കിൽ ഏതെങ്കിലും തീർത്ഥയാത്രയ്ക്ക് പോവുക, ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വരിക, ശബരിമലയ്ക്ക് പോവുക, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും പല നേർച്ചകളും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഏത് വിശ്വാസത്തിലാണ് ചെയ്യുന്നേ? ഇത് ഈശ്വരൻ പറഞ്ഞ ഈശ്വരൻ എന്ന ഒരു ശക്തിയാണ് ഇതൊക്കെ നോക്കി നടത്തുന്നത് എന്നുള്ള വിശ്വാസത്തിലാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ പ്രാർത്ഥിച്ചാലും പ്രായശ്ചിത്തം ചെയ്താലും ഈ തെറ്റ് ചെയ്തതിന്റെ ദോഷം മാറും എന്ന് നാം വിചാരിക്കുന്നു. പക്ഷേ ഈശ്വരൻ പ്രാർത്ഥനയെയും ഒരു കർമ്മമായി സ്വീകരിക്കുന്നു എന്ന് മാത്രം. ഈശ്വരൻ ഈ പ്രാർത്ഥനയെയും ഒരു കർമ്മമായി, നമ്മുടെ ഒരു കർമ്മമായി സ്വീകരിക്കുന്നു എന്ന് മാത്രം. അപ്പൊ നാം കർത്താവ്, ഈശ്വരൻ ഫലദാതാവ്, അല്ലെ? ഈശ്വരൻ നമ്മുടെ ഒരു കർമ്മമാണ്. നമ്മൾ പ്രാർത്ഥന ചെയ്യുമ്പോൾ ഒരു കർമ്മമാണ്, ഈശ്വരൻ അതിനെ സ്വീകരിക്കുന്നു. അപ്പോ നമ്മൾ കർത്താവ്, ഫലം തരുന്ന ആള് ഈശ്വരൻ. അപ്പൊ ഈശ്വരനല്ല അവിടെ കർത്ത, നമ്മളാണ് കർത്ത. ഈശ്വരൻ ആരാണ്? ഫലദാതാവ്. അപ്പൊ ഈശ്വരൻ റൂളർ, നാം റൂൾഡ്. പിന്നീട് മായ എന്ന ഈശ്വര ശരീരത്തിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഈ ശരീരവും ഉണ്ടായത്. മായ എന്ന ഈശ്വര ശരീരത്തിൽ നിന്ന്, നേരത്തെ അതിനു വേണ്ടിയിട്ടാണ് നേരത്തെ ഈശ്വരൻ പ്ലസ് ബ്രഹ്മം പ്ലസ് മായ, ബ്രഹ്മം മായയെ ഉപയോഗിക്കുമ്പോഴാണ് ഈശ്വരൻ എന്നൊരു ശക്തിയായി വെളിപ്പെടുന്നത് എന്ന് നേരത്തെ പഠിച്ചത് ഇതറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ മായ എന്ന ഈശ്വര ശരീരത്തിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഈ ശരീരവും ഉണ്ടായത് എന്നറിയുമ്പോൾ നാം ഈശ്വരന്റെ അംശം തന്നെ എന്നറിയുന്നു, ഇല്ലേ? അറിയണം. സൃഷ്ടി തുടങ്ങിയപ്പോ എങ്ങനെയായിരുന്നു? എവിടെ നിന്നൊക്കെയാ അത് വന്നത്? എല്ലാം വന്നത് ബ്രഹ്മത്തിൽ നിന്ന് തന്നെ. അതിൽ നിന്ന് വന്നു. മായ എവിടെ നിന്ന് വന്നു? ബ്രഹ്മാശ്രയമായ അവിടെ തന്നെയാണ് വന്നത്. മായയിൽ എന്തുണ്ടായിരുന്നു? സത്വരജത്തമോ ഗുണങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ഈ പറഞ്ഞ സൃഷ്ടിയുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ആ സൃഷ്ടി മുഴുവൻ നടന്നു. സ്ഥൂല ശരീരം വരെ എല്ലാം റെഡിയായി വന്നു. അപ്പൊ നമ്മൾ എവിടുന്നാ ഉണ്ടായേ? ഈശ്വരനിൽ നിന്ന്. അപ്പൊ നമ്മൾ ആരുടെ അംശമാണ്? നമ്മൾ ഈശ്വര അംശം തന്നെ ആണ്. ഇതാണ് ഉറപ്പിക്കേണ്ടത്. നമ്മൾ വേറൊരു സംഭവമല്ല, വേറെ എന്തോ ഒരു സാധനമല്ല. ഈശ്വരാംശം തന്നെയാണ് നമ്മൾ. അപ്പോ നമ്മളും ഈശ്വരൻ, ഈശ്വരന്റെ അംശം, നമ്മളും ഈശ്വരന്റെ അംശം. അപ്പൊ നമ്മൾ ഈ കാണുന്ന ലോകമോ നേരത്തെ പഠിച്ചു, അത് എവിടുന്നാ വന്നേന്നൊക്കെ വിശദമായിട്ട് പഠിച്ചു. എവിടുന്നാ വന്നേ? ഈശ്വരനിൽ നിന്ന്. നമ്മൾ എവിടുന്നാ വന്നേ? ഈശ്വരനിൽ നിന്ന്. നമ്മൾ ആരുടെ അംശമാണ്? ഈശ്വരന്റെ അംശം. പ്രകൃതി ആരുടെ അംശമാണ്? ഈശ്വരന്റെ അംശം. അപ്പൊ നമ്മളും
പ്രകൃതിയും നമ്മൾ ഈ കാണുന്ന ലോകവും ഈശ്വര അംശം തന്നെ. ലോകവും ഈശ്വര അംശം തന്നെ. നമ്മുടെ പേര് വ്യഷ്ടി, ബാക്കിയുള്ള എല്ലാം കൂടെ വരുമ്പോ അതിന് സമഷ്ടി. ഇൻഡിവിജ്വലി വ്യഷ്ടി എന്നാണ് പേര് സംസ്കൃതത്തില്. മൊത്തത്തിൽ വരുമ്പോ സമഷ്ടി എന്ന് പേര്. ഈശ്വരൻ സമഷ്ടി, നമ്മൾ ജീവൻ വ്യഷ്ടി. നമ്മളും ഒരു അറിവ് സ്വരൂപം തന്നെയാണ്, അല്ലേ? നമ്മളൊരു അറിവ് സ്വരൂപമാണ്. ഞാൻ എന്നറിയുന്നുണ്ടല്ലോ. ഓരോ കാര്യത്തെ കാണുമ്പോഴും ഒരു അറിവുണ്ട് നമുക്ക്. നമ്മൾ അതിനെ അറിയുന്നു. ജഡമല്ല, ഒരു ചൈതന്യമുണ്ട്, ചിത്തുണ്ട് നമ്മളില്. നമ്മൾ ജഡമല്ല, ഉറപ്പാണ്. നേരത്തെ പറഞ്ഞു അത്. നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളെന്ന് പറയും, ഉണ്ട്, ഞാനുണ്ട്, ഞാൻ അറിയുന്നു, ഞാൻ ചിത് സ്വരൂപമാണ്, ഞാൻ പ്രകാശ സ്വരൂപമാണ്, ഞാൻ അറിയുന്നു. അപ്പൊ നമ്മൾ ചിത്താണ്, ജഡമല്ല. ഈശ്വരനോ നമുക്കറിയാം, ഒരു സംശയമില്ല, പ്രകാശ സ്വരൂപനാണ്, ചിത് സ്വരൂപനാണ്, അറിവ് സ്വരൂപമാണ്. ഈശ്വരനെ ജഡമായിട്ട് നമ്മൾ കണ്ടിട്ടേ ഇല്ല. നമ്മളെ ജഡമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോ ഈ ശക്തി പോകുമ്പോൾ ജഡമായിട്ട്, ശരീരം ജഡമായിട്ട് കാണും. ഈ ശക്തി അകത്ത്, ഈ അറിവ് സ്വരൂപം അകത്ത് പ്രകാശിക്കുമ്പോൾ നമ്മൾ ചൈതന്യമാണ്. ഈശ്വരൻ എപ്പോഴും ചൈതന്യമായി തന്നെ ഇരിക്കുന്നു. അപ്പൊ ഈശ്വരനും അങ്ങനെ തന്നെ. പക്ഷെ എന്താണ് വ്യത്യാസം? ഈശ്വരൻ മുക്തസ്വരൂപനായിരിക്കുന്നു. നമ്മള് ഇവിടെ ശോകം അനുഭവിച്ച്, അങ്ങനെ ഒരുപാട് കഷ്ടതകളൊക്കെ അനുഭവിച്ച് നമ്മള് സംസാരിയായിരിക്കും. ഈശ്വരൻ മുക്തസ്വരൂപനായി, സദാ ആനന്ദസ്വരൂപനായി, ഒന്നിലും ഒട്ടലില്ലാതെ, ഒരു ബന്ധനങ്ങളുമില്ലാതെ പരിപൂർണ സ്വതന്ത്രനായി ഇരിക്കുന്നു. നമ്മളോ ബന്ധനസ്ഥനായിരിക്കും. പല ബന്ധങ്ങള്, അച്ഛൻ, അമ്മ, സഹോദരങ്ങള്, നാട്ടുകാര്, അങ്ങനെ പലതും പലതും. പിന്നെയോ അനുഭവങ്ങൾ ഒരുപാട്, കഷ്ടമുള്ള അനുഭവങ്ങള്, ശോകമുള്ള അനുഭവങ്ങള്, അസൂയ, ദേഷ്യം വരുന്നു. അങ്ങനെ ഇന്നതെന്നില്ല. സംസാരം എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ ആനന്ദം അനുഭവിക്കാതെ നടക്കുന്നത് മുഴുവൻ. സുഖമല്ല, സുഖവും ആനന്ദം തമ്മിൽ വ്യത്യാസമുണ്ട്. ആനന്ദം എവർലാസ്റ്റിംഗ് ആണ്, സുഖം അപ്പപ്പോ വന്നു പോകുന്നു. അപ്പോ നമ്മള് ബന്ധനസ്ഥനായി സംസാരിയായിരിക്കുന്നു, ഈശ്വരൻ മുക്തനായിരിക്കുന്നു. രണ്ടുപേരും ഒരേ സ്ഥലത്ത് നിന്ന് വന്നവരാണ്. നമ്മൾ ഈശ്വരനിൽ നിന്ന് വന്നാൽ നമ്മളും ഈശ്വരന്റെ അംശം തന്നെ, ലോകവും ഈശ്വരന്റെ അംശം തന്നെ. നമ്മൾ എങ്ങനെയാ ബന്ധനസ്ഥനാകുന്നത്? ജനിച്ചു, കുറച്ച് വലുതായി. അപ്പൊ ജനിക്കുമ്പോ തന്നെ അച്ഛനും അമ്മയുണ്ട്, ബന്ധനമാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്തായി? കൂട്ടുകാരായി, അവിടെയും പല പല സ്നേഹബന്ധങ്ങൾ വന്നു. പിന്നെ കല്യാണം കഴിച്ചു, അപ്പോഴും ബന്ധമായി. പിന്നെ കുട്ടികൾ ഉണ്ടാവുന്നു, അപ്പൊ നമ്മൾ അച്ഛനായി, അമ്മയായി. അങ്ങനെ അവിടെയും ബന്ധനമുണ്ടായി. ഇങ്ങനെ ജീവിതത്തിൽ ബന്ധനങ്ങളേ ഉള്ളൂ. പക്ഷേ ഈശ്വരനോ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചിട്ടും അതിലൊരു ബന്ധവും ഇല്ലാതിരിക്കും. ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചിട്ടും അത് ബന്ധനത്തിൽ അല്ല. ഈശ്വരന് ഒരുമായിട്ട് ഒരു ബന്ധനവും ഇതിനകത്തില്ല. ഈശ്വരൻ മുക്തനായി തന്നെ ഇരിക്കുന്നു. ഈശ്വരനൊന്നും ബാധിക്കില്ല. സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും ബന്ധനസ്ഥനല്ല. അതിലൊന്നും ഭഗവാൻ അറ്റാച്ച്മെന്റോ അങ്ങനെ ഒന്നുമില്ല. ഭഗവാൻ ആരോടും മമത, പ്രത്യേകിച്ച് ഒരാളോട് പ്രത്യേകിച്ച് മമത, വേറൊരാളുടെ മമത ഇല്ലായ്മ, ദുഃഖം, ഒരാൾ മരിക്കുമ്പോൾ ദുഃഖം, ഒരാൾ ജനിക്കുമ്പോൾ സന്തോഷം, ഇതൊന്നും ഭഗവാന് ബാധിക്കുന്ന കാര്യങ്ങളേ അല്ല. ആ ശക്തി ഇതിനെല്ലാം നോക്കിക്കണ്ട് നടത്തുന്നൊരു ശക്തിയായി മാത്രം ഇരിക്കുന്നു. നിയമത്തെ അനുസരിപ്പിക്കുന്ന, നിയമത്തിന്റെ ഫലം തരുന്ന ഒരാളായി ഇരിക്കുന്നു. അപ്പൊ ലോകം മുഴുവൻ സൃഷ്ടിച്ചിട്ടും ഈശ്വരൻ മുക്തനായി തന്നെ ഇരിക്കുന്നു. നമ്മളോ ബന്ധനത്തിൽ ചാടിയിരിക്കുന്നു. ഒരേ അറിവ് സ്വരൂപം തന്നെ അതും ഇതും. പക്ഷെ വ്യത്യാസം ഇതാണ്. അങ്ങനെ ഈശ്വരനും നമ്മളും രണ്ടായി തന്നെയാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ മുക്തൻ, ഒരാൾ സംസാരി. ഇതാണ് വ്യത്യാസം. ഒരാൾ മുക്തൻ, ഒരാൾ സംസാരി. ആരാണ് മുക്തൻ? ഈശ്വരൻ മുക്തനായിരിക്കുന്നു, നമ്മളോ സംസാരിയായിരിക്കുന്നു. നമ്മൾ ഏത് നിയമം അനുസരിച്ചാണ് ജീവിക്കുന്നത്? നമ്മൾ ഈശ്വര നിയമം അനുസരിച്ച് ജീവിക്കുന്നു, സംസാരിയായി ജീവിക്കുന്നു.
ചിലര് വിധിയെ മാറ്റി, അങ്ങനെയൊക്കെ പറയും ചിലര്, വിധിയെ മാറ്റി. പക്ഷേ അതും ഈശ്വര നിശ്ചയം കൊണ്ടേ നടക്കത്തുള്ളൂ. അങ്ങനെ വിധിയെ നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. ഈശ്വര നിശ്ചയം കൊണ്ടേ അതും നടക്കുകയുള്ളൂ. ഇപ്പോ അത് എതുപോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ചില മാജിക് കാണൂല്ലേ, മജീഷ്യന്മാര് മാജിക് കാണിക്കുന്ന കാണാറുണ്ട്. അപ്പൊ നമുക്ക് തോന്നുന്നു എല്ലാം വളരെ എന്തെല്ലാം മാജിക്കാ കാണിക്കുന്നത്. അയാൾ എന്തിനാ ഈ മാജിക് ഷോ നടത്തിയത്? മാജിക് ഷോയില് എന്തും ഉണ്ടാക്കുന്നതായിട്ട് കാണിക്കുന്നു, എല്ലാം ഭയങ്കര സൂപ്പർ, നമ്മളും കൈയടിക്കും, അയ്യോ സമ്മതിച്ചു കൊടുക്കണം പറയും. പക്ഷെ അയാൾ എന്തിനാണ് ഈ ഷോ നടത്തിയത്? അയാൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാ, അയാൾക്ക് സമ്പാദിക്കാൻ വേണ്ടിയിട്ടാ, അയാൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ അങ്ങനെ എല്ലാം അയാൾക്ക് ചെയ്യാമെന്നെങ്കിൽ പണം അയാൾക്ക് ഉണ്ടാക്കിക്കൂടെ? നമ്മുടെ മുമ്പിലും പണം ഉണ്ടാക്കുന്നതായിട്ട് കാണിക്കും. പക്ഷേ എന്തുകൊണ്ട് അയാൾക്ക് അങ്ങനെ പണം ഉണ്ടാക്കി ജീവിക്കാൻ പറ്റുന്നില്ല? മാജിക് കൊണ്ട് ഉണ്ടാക്കി ജീവിക്കാൻ പറ്റുന്നില്ല? കാരണം അത് ശാശ്വതമല്ല. അത് നമ്മളെ കുറച്ചു നേരത്തേക്ക് ഒരു പ്രത്യേക മനോനിലയിൽ നിർത്തി കാണിക്കുന്ന ഒരു കാര്യം മാത്രമാണ്, അല്ലാതെ അത് ശാശ്വതമായതല്ല. അങ്ങനെ അയാൾക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്കറിയാതെ. അല്ലെങ്കിൽ പിന്നെ അയാൾക്ക് ഈ ഷോ ഒന്നും കാണിച്ച് ഇങ്ങനെ ലോകം മുഴുവൻ ഷോ കാണിച്ചുകൊണ്ട് നടക്കണം. എത്ര സ്ഥലങ്ങളിൽ പോയി ഷോ കാണിച്ച് എത്ര പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യുന്നു. അതിന്റെ ആവശ്യമില്ലല്ലോ. അയാൾക്ക് പണം സൃഷ്ടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, ഇവരെ സൃഷ്ടിച്ച് അങ്ങനെ ജീവിച്ചാൽ പോരെ, ഇഷ്ടംപോലെ സ്വർണ്ണമൊക്കെ സൃഷ്ടിച്ച് അങ്ങനെ ജീവിച്ചാൽ പോരെ? പറ്റില്ലല്ലോ. നമുക്ക് സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ചാൽ അറിയാം. കാരണം അത് സത്യമല്ല, നിലനിൽപ്പില്ല, അനിത്യമാണ്. അപ്പോ ഈശ്വര നിയമം മനസ്സിലാക്കിയാണ് നമ്മൾ ഭക്തിമാർഗത്തിലേക്ക് പോകുന്നത്. നമ്മൾ എന്തിനാ ഭക്തിമാർഗത്തിലേക്ക് പോകുന്നത്? ആ ഈശ്വരന്റെ നിയമം മനസ്സിലാക്കിയിട്ട് ആ നിയമം അനുസരിച്ച് ജീവിച്ച് ഈശ്വരനെ പ്രീതിപ്പെടുത്തി പോകുന്നതാണ് ഭക്തിമാർഗം. ഈശ്വരന്റെ നിയമത്തെ അനുസരിക്കുമ്പോൾ ഈശ്വരന് സന്തോഷമാവും. അപ്പൊ നമ്മൾ ഇങ്ങനെ നിൽക്കുക, ഈശ്വരനെ സന്തോഷിപ്പിച്ച് ഈശ്വരൻ പറയുന്നതനുസരിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നതല്ലേ ഭക്തിമാർഗം. ഈശ്വരനെ സ്നേഹിക്കുന്നു. ഈശ്വരനെ സ്നേഹിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈശ്വരൻ പറയുന്നത് അനുസരിക്കണം, അല്ലെങ്കിൽ പിന്നെ ആ സ്നേഹത്തിനോട് അർത്ഥമില്ലല്ലോ. അങ്ങനെ ഒരു ബന്ധം ഈശ്വരനുമായിട്ടുണ്ടാക്കുന്നു ഭക്തൻ എന്ന പേരിൽ. ഈ ജീവ ഈശ്വര ബന്ധത്തിന് ഒരു റിയാലിറ്റി ഉണ്ട്. ഇതിനൊരു റിയാലിറ്റി ഉണ്ട്. എന്താണ് റിയാലിറ്റി? ഈശ്വരൻ എന്ന് പറഞ്ഞ ആ ശക്തി നിശ്ചയിച്ചിരിക്കുന്ന നിയമങ്ങളെ അനുസരിച്ച് നമ്മൾ ആ ഈശ്വരനെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നു ഭക്തിമാർഗം. അതിനൊരു റിയാലിറ്റി ഉണ്ട്. കാരണം അത് ഉപേക്ഷിക്കാൻ പറ്റില്ല. നമ്മുടെ ഇപ്പോഴത്തെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ ഈ രീതിയിലുള്ള സമീപനമാണ്. എന്തിനാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന് പറഞ്ഞാൽ ഈ ഒരു സമീപനമാണ്. അതായത് ഈശ്വരൻ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം തരുന്നത് അദ്ദേഹമാണ്, നമ്മൾ സംസാരിയാണ്, ഈശ്വരൻ മുക്തനാണ്. അപ്പോ ഈശ്വരനെ അനുസരിച്ചാൽ, ആ നിയമങ്ങൾ അനുസരിച്ചാൽ ഈശ്വരൻ സന്തോഷിക്കും. അപ്പോ നമുക്ക് കിട്ടേണ്ടതായ ഫലങ്ങൾ നല്ല ഫലങ്ങളായിരിക്കും. കാരണം നമ്മൾ സൽപ്രവൃത്തികളായിരിക്കും ചെയ്യുന്നത്, നല്ല ഫലങ്ങളായിരിക്കും. മാത്രമല്ല അത് യഥാസമയം ഈശ്വരനിൽ നിന്ന് ലഭിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസവും നമുക്ക് അന്നേരം ഉണ്ട്. ഇനി വേറൊരു ആംഗിളിലേക്ക് പോയാൽ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവൻ എന്ന തത്വത്തില് എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് നോക്കുന്ന രീതിയാണ് വേറൊരു ആംഗിൾ. ഈശ്വരൻ എന്ന തത്വം, ജീവൻ എന്ന തത്വം. ആ ജീവൻ എന്ന തത്വത്തില് എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇപ്പോ വെള്ളത്തിന്റെ സയൻസ് പ്രകാരം വെള്ളത്തിനെ വിഭജിച്ച് H2O എന്നൊക്കെ പറയുമല്ലോ.
വെള്ളം എന്നതിനെ സയന്റിഫിക് ആയിട്ട് അതിന്റെ ചില ഇക്വേഷൻ ഒക്കെ വെച്ച് പറയും. ഇന്നതൊക്കെ കൂടിയതാണ് വെള്ളം, ഓക്സിജനും ഹൈഡ്രജനും നൈട്രജനും എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇതെല്ലാം കൂടെ കൂടിയതാണ് വെള്ളം എന്ന് പറയും. അങ്ങനെ വെള്ളത്തെ മനസ്സിലാക്കി തരുന്ന പോലെ ജീവൻ എന്ന പദത്തിൽ എന്തെല്ലാം ഉണ്ട്, ഈശ്വരൻ എന്ന പദത്തിൽ എന്തെല്ലാം ഉണ്ട്, ഈ രണ്ട് ആംഗിളിൽ കൂടെ ഒന്ന് നോക്കണം. ജീവൻ എന്ന പദത്തിൽ എന്തെല്ലാം ഉണ്ട്, ഈശ്വരൻ എന്ന പദത്തിൽ എന്തെല്ലാം ഉണ്ട്. ഇത് രണ്ടും വിശദമായിട്ട് നോക്കുമ്പോൾ വേറൊരു രീതിയിൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. എന്ത്? ജീവ ഈശ്വര ഐക്യത്തെ. നേരത്തെ ഇപ്പൊ നമ്മൾ എങ്ങനെയാണ്? ഈശ്വരൻ സൃഷ്ടിച്ച ആള് സൃഷ്ടികർത്ത, നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. ഈശ്വരന്റെ നിയമം, നമ്മൾ ആ നിയമം അനുസരിക്കുന്ന ആള്. ഈശ്വരൻ മുക്തൻ, നമ്മൾ സംസാരി. ഇതാണ് ആദ്യം കണ്ട ആംഗിൾ. ഇനി രണ്ടാമത്തത് നോക്കാൻ പോകുന്നു. ആദ്യമായിട്ട് ജീവൻ എന്ന പദത്തിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു, ആ തത്വത്തിൽ എന്തെല്ലാം ഉണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നേരത്തെ നമ്മൾ ജീവനെ കുറിച്ച് കുറെ മനസ്സിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി എളുപ്പമാണ് മനസ്സിലാക്കാൻ. ആദ്യമായി അനാത്മാ എന്ന് നാം മനസ്സിലാക്കിയ കാര്യങ്ങളുണ്ട് അല്ലെ? അനാത്മ നമ്മൾ ആദ്യം പഠിച്ചു. അനാത്മാ എന്തൊക്കെയാണ്? അനാത്മാ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങള് അനാത്മാവാണ്. അതിന് ചൈതന്യം വരുമ്പോഴാണ് അത് ജീവനായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടു. അപ്പോ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ അനാത്മാവാണ്. പിന്നീട് ഈ മൂന്നും ഏതോ ഒന്നിന്റെ ആധാരത്തിൽ ഇരിക്കുന്നു. ഏതോ ഒന്നിന്റെ ആധാരത്തിലാണ് ഇത് മൂന്നിരിക്കുന്നത്. ഈ കാരണ ശരീരം, സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം, ഇത് വന്നത് തന്നെ ഒരു ആധാരത്തിൽ നിന്നാണ്. ആ ആധാരമാണ് ആത്മ. ഇതിരിക്കുന്നത് ഒരു ആധാരത്തിലാണ്. ആ ആധാരമാണ് ആത്മ. അത് നമ്മൾ മനസ്സിലാക്കി. അതിനാൽ ജീവനിൽ എന്തൊക്കെയുണ്ട്? വളരെ എളുപ്പം. ജീവനിൽ എന്തൊക്കെയുണ്ട് ഓർത്തു നോക്കുക. കാരണ സൂക്ഷ്മ സ്ഥൂല മൂന്ന് അനാത്മാക്കളും പിന്നെ ആധാരമായ ബ്രഹ്മമെന്ന ആത്മ. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അനാത്മാവും ആത്മാവും ഉണ്ട് ഇവിടെ. ആത്മാ എന്നത് നമ്മൾ പറഞ്ഞു സത് ചിത് എന്നൊക്കെ പറഞ്ഞു. ആ അറിവ്, ഞാനുണ്ട് എന്നുള്ള അറിവ്, ഞാനുണ്ട്. എക്സിസ്റ്റൻസ്, സ്വയം എക്സിസ്റ്റൻസിനെ അറിയുന്നു, സ്വയം അറിയുന്നു. ഞാൻ ഉണ്ട് ഇവിടെ, സംശയമൊന്നുമില്ല കാര്യത്തിൽ. അതേസമയം നശിച്ചു പോകുന്ന കാര്യങ്ങളുണ്ട്. ഈ ശരീരം നശിക്കും, കാരണ സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങൾ നശിക്കും. അപ്പോ അത് മൂന്നും ഉണ്ടായത് എങ്ങനെയാന്ന് കണ്ടു. അത് അനാത്മാവാണെന്ന് കണ്ടു. അതിന് തനിയെ നിലനിൽപ്പില്ലെന്ന് കണ്ടു. അതിന് ചൈതന്യം, അതായത് ബ്രഹ്മത്തിന്റെ ചൈതന്യം, ആത്മചൈതന്യമാണ് അതിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് എന്ന് കണ്ടു. അപ്പോ ജീവൻ എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ ജീവൻ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ശരീരത്തെ അല്ലേ പറയുന്നത്? വെറുതെ മരിച്ചു കിടക്കുന്ന ശരീരത്തെ ജീവൻ എന്ന് പറയാറില്ലല്ലോ. ഉണർന്നിരിക്കുന്ന, ജാഗ്രതയിലൊക്കെ ഉണർന്നിരിക്കുന്നതും ഇങ്ങനെ ചേതനയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശരീരത്തെയാണ് ജീവൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എന്തൊക്കെയുണ്ട് ഇവിടെ? ആത്മാ എന്ന ആ ചൈതന്യവും ഉണ്ട്, ജഡമായിട്ടുള്ള സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളും ഉണ്ട്. അപ്പൊ ജീവനിൽ ആത്മാവും അനാത്മാവും ഉണ്ട്. ആത്മ അനാത്മ ചേർച്ചയാണ് ജീവൻ. ജീവൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ആത്മ എന്നുള്ള വാക്കല്ല പറഞ്ഞേ, ജീവൻ എന്ന വാക്കാണ് പറഞ്ഞേ. ജീവനിൽ ആത്മാവുമുണ്ട്, അനാത്മാവുമുണ്ട്. രണ്ടാമത്തെ ആംഗിളിലാണ് ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാ അനാത്മാ ചേർച്ചയാണ് ജീവൻ. ഇനി ഈ ആത്മാവിന്റെ റോൾ എന്ത്? ആത്മാവിന്റെ റോൾ എന്താണ് ഇവിടെ? ആത്മാവും അനാത്മാവും ഉണ്ട്. ആത്മാവിന്റെ റോൾ എന്ത്? ഇത് സത്സ്വരൂപമാണെന്ന് നമുക്കറിയാം. ആത്മാ എന്നാൽ സച്ചിത് ആനന്ദത്തിലെ സത്സ്വരൂപമാണ്, ചിത് സ്വരൂപമാണ്, ആനന്ദ സ്വരൂപമാണ്. നമ്മൾ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോ സത്സ്വരൂപം എന്ന് നമുക്കറിയാം. ഇനി കൂടുതലായിട്ട് അറിയേണ്ടത് ആത്മ ചിത് സ്വരൂപം എന്നുള്ളതാണ്. സത് എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓക്കെയാണ്, നമ്മൾ നേരത്തെ പഠിച്ചു. ഇവിടെ ഇപ്പൊ അത് നോക്കേണ്ട കാര്യമില്ല. ആത്മാ എന്നും ഉണ്ട് എന്നുള്ളത്. ഇനി ചിത്താണ് നമുക്ക് പഠിക്കേണ്ടത്.
ചിത് സ്വരൂപം. അത് മനസ്സിലാക്കുമ്പോഴാണ് ജീവനെ കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാവുക. ആത്മാ ചിത് സ്വരൂപം എന്നതിനെ കുറിച്ചാണ് നമുക്ക് കൂടുതൽ അറിയുന്നത്. അപ്പോ നേരത്തെ നമ്മൾ സത്ത് എന്നുള്ളതിന്റെ നിത്യം, സത് നിത്യം, സത്യമായത് നിത്യമായത് എന്ന് പഠിച്ചിട്ടുണ്ട്. ആനന്ദം ആണ് ആത്മാവിന്റെ സ്വരൂപം, അതും നമ്മൾ പഠിച്ചു, കുറെ നോക്കിയിട്ടുണ്ട്. ഇപ്പോ നമ്മൾ നോക്കുന്ന ഭാഗം ചിത്ത് എന്ന ഭാഗത്തെയാണ്. സത് ചിത്, ആനന്ദത്തിലെ ചിത്ത് എന്ന ഭാഗത്തെയാണ് ഇപ്പോൾ കൂടുതൽ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. ഇവിടെ കാരണശരീരം, സൂക്ഷ്മശരീരം എന്നിവയിൽ കാരണശരീരം ആത്മാവിനോട് ഐക്യമായിരിക്കുന്നുണ്ട്. കാരണശരീരം, സൂക്ഷ്മശരീരം, സ്ഥൂലശരീരം. സ്ഥൂലശരീരം ഇവിടെ വന്ന് നശിച്ചു പോകുന്ന നമുക്ക് കാണാം. സൂക്ഷ്മശരീരം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങള്, സൂക്ഷ്മ ഇന്ദ്രിയങ്ങളും സൂക്ഷ്മ പഞ്ചഭൂതങ്ങളും ഒക്കെ കൂടെ നിന്നതാണ്. അതുകൊണ്ട് അത് ആത്മാവുമായിട്ട് അത്ര അടുത്തതല്ല. കാരണശരീരം എന്ന് പറയുന്നത് ആത്മാവിനോട് ഏറ്റവും അടുത്തിരിക്കുന്നതാണെന്ന് എപ്പോ നമ്മൾ കണ്ടു? ഗാഠനിദ്രയില് സൂക്ഷ്മ ശരീരവും ഇല്ലാതെ കണ്ടായി. അതായത് മനസ്സടങ്ങി, ഇന്ദ്രിയങ്ങൾ അടങ്ങി, എല്ലാം അടങ്ങിയിരിക്കുമ്പോ ആത്മാവിനോട് ചേർന്നിരിക്കുന്നതാണ് കാരണശരീരം. ഉറപ്പാണല്ലോ, വിശദമായിട്ട് നമ്മൾ പഠിച്ചു നേരത്തെ. അങ്ങനെ ഐക്യമായിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? സുഖമായി ഉറങ്ങി എന്ന് പറയും. ഐക്യം പ്രാപിച്ചിരിക്കുമ്പോ സുഖമായി ഉറങ്ങി എന്ന് പറയും. പാപപുണ്യങ്ങള് സംസ്കാര രൂപമായി ഇരിക്കുന്ന ഒരു തത്വമാണ് കാരണശരീരം. പാപപുണ്യങ്ങള് സംസ്കാരം, നേരത്തെ പറഞ്ഞു വാസന അല്ലെങ്കിൽ ബീജമാണ് കാരണം എന്ന് പറഞ്ഞു. സംസാരത്തില് ഉള്ള, നമ്മൾ ജീവിച്ചപ്പോൾ ഉള്ള പാപപുണ്യങ്ങള് ഒരു സംസ്കാര രൂപത്തിൽ, അത് ഒരു വിത്തായിട്ട് സംസ്കാര രൂപത്തില്, വാസന രൂപത്തിൽ ഇരിക്കുന്നതാണ് കാരണശരീരം. അതാണ് ജന്മകാരണം എന്ന് പറഞ്ഞു. ഒരു ജീവൻ ഉണ്ടാകുന്നതിന് കാരണം ആയിരിക്കുന്നത് കൊണ്ടാണ് അതിനെ കാരണശരീരം എന്ന് പറയുന്നത്. അത് വാസനകളാണ്, സംസ്കാരമാണ്. പാപപുണ്യങ്ങൾ അതിനകത്ത് ഉണ്ട്. അതിനെ വെച്ചുകൊണ്ടാണ് ഈ സംസ്കാരം ഉണ്ടാകുന്നത്. അതങ്ങനെ ഒരു തത്വമാണ്. മായയുടെ ഒരു ചെറിയ കണികയാണത്, ഒരു ചെറിയ രശ്മി എന്ന് വേണമെങ്കിൽ പറയാം. മായയുടെ ഒരു ചെറിയ കണിക, ചെറിയ ഒരു അംശം എന്ന് പറയാം. പിന്നീട് കാരണശരീരത്തില് എന്തുണ്ടാവുന്നു? ജ്ഞാനേന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയങ്ങള് എന്നിവയൊക്കെ ഉണ്ടായി സൂക്ഷ്മ ശരീരം രൂപപ്പെടുന്നു. അപ്പൊ ആദ്യം ഒരു വാസനാരൂപത്തില് മായയുടെ ഒരു ചെറിയ കണിക, അതിനോടുകൂടി എന്തുണ്ടാവുന്നു? പിന്നീട് നമ്മൾ പഠിച്ചല്ലോ, സപ്തരജതമോ ഗുണങ്ങൾ എങ്ങനെയാണ് വരുന്നത് നമ്മൾ പഠിച്ചു. സൂക്ഷ്മാവസ്ഥയിൽ നിന്ന് അത് വരുന്നതെല്ലാം കണ്ടു നമ്മൾ. അപ്പോ അങ്ങനെ കാരണശരീരത്തില് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എന്നിവയോട് കൂടിയ സൂക്ഷ്മ ശരീരം ഉണ്ടാകും. ഈ സൂക്ഷ്മ ശരീരത്തിനും ഒരു ശക്തിയുണ്ട്, അല്ലെ? സ്വപ്നമൊക്കെ കാണുന്നുണ്ട് ഈ സൂക്ഷ്മ ശരീരം. ഈ സൂക്ഷ്മ ശരീരത്തിനും ഒരു പവർ ആയിട്ട്, അതിനൊരു ശക്തി വേണല്ലോ സൂക്ഷ്മ ശരീരത്തിന്. അതിനൊരു ശക്തിയുണ്ട്, ഒരു പവർ ഉണ്ട്. അതെന്താണ്? സൂക്ഷ്മ ശരീരത്തിനൊരു ശക്തിയുണ്ട്. അതെന്താണ്? ആത്മാ എന്ന ആധാരത്തിന്റെ ചൈതന്യം എന്ന ശക്തിയെ, ആ അറിവ് സ്വരൂപത്തെ പ്രതിബിംബിക്കാനുള്ള പവർ. പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരം വരുന്നു. സൂക്ഷ്മ ശരീരത്തിൽ എന്തെല്ലാം ഉണ്ടെന്നറിയാം? ഒറ്റ വാക്കിൽ മനസ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് ബാക്കിയുള്ള കണ്ടന്റ്, എല്ലാ ഇന്ദ്രിയങ്ങളൊക്കെ സൂക്ഷ്മ രൂപത്തിൽ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഠിച്ചത് പ്രത്യേകം ശ്രദ്ധിക്കണം, പഴയ ക്ലാസ്സുകൾ കേൾക്കണം. അപ്പോ ഈ സൂക്ഷ്മ ശരീരത്തിന് ഒരു ശക്തിയുണ്ട്. അതെന്ത് ശക്തി എന്ന് വെച്ചാൽ, ആത്മാവിനെ
ആത്മാവിന്റെ ചൈതന്യത്തെ, ബ്രഹ്മചൈതന്യത്തെ പ്രതിബിംബിപ്പിക്കാനുള്ള ഒരു കഴിവ്, ഒരു പവർ. ആത്മചൈതന്യത്തെ പ്രതിബിംബിപ്പിക്കാനുള്ള ഒരു കഴിവ് അവിടെ ഉണ്ട്. ആ മനസ്സിൽ ഇത് പ്രതിബിംബിക്കും. സൂക്ഷ്മ ശരീരത്തിന് ചൈതന്യത്തെ തന്നിലേക്ക് സ്വീകരിച്ച്, പ്രത്യേകം ഓർക്കണേ, സൂക്ഷ്മ ശരീരം ആത്മചൈതന്യത്തെ, ആ പ്രകാശത്തെ, ആ ചൈതന്യത്തെ, ആ അറിവ് സ്വരൂപത്തെ തന്നിലേക്ക് സ്വീകരിച്ച് തന്നിൽ തന്നെ ഒരു ഉണർവ് ഉണ്ടാക്കുന്ന ഒരു ശക്തി അവിടെ ഉണ്ട്. തന്നിലേക്ക് സ്വീകരിച്ച് തന്നിൽ തന്നെ ഉണർവുണ്ടാക്കുന്നു. അങ്ങനെ ഒരു ശക്തി അതിനുണ്ട്. എന്തിന്? സൂക്ഷ്മ ശരീരത്തിന്. എങ്ങനെ എന്നാൽ, സൂര്യൻ എല്ലാ സ്ഥലത്തും വ്യാപിച്ചാലും, സൂര്യൻ എല്ലായിടത്തും ഉണ്ട്, പക്ഷേ പ്രതിബിംബം കാണുന്നത് എങ്ങനെയാ? പാറപ്പുറത്ത് പ്രതിബിംബം കാണുമോ? ഒരു പാറമേൽ പ്രതിബിംബം കാണില്ല, ഒരു മരത്തിൽ പ്രതിബിംബം കാണില്ല. പക്ഷെ എവിടെയാ കാണുക? നല്ല തെളിഞ്ഞ വെള്ളത്തില് സൂര്യന്റെ പ്രതിബിംബം കാണാം. എല്ലായിടത്തും ഉണ്ട്. വെള്ളത്തിൽ മാത്രമേ ഉള്ളൂ? അല്ല. പക്ഷെ പ്രതിബിംബിക്കും എവിടെയാ? വെള്ളത്തില്. വെള്ളത്തിന് എന്ത് ശക്തിയുണ്ട്? സൂര്യനെ പ്രതിബിംബിപ്പിക്കാനുള്ള കഴിവുണ്ട്. കണ്ണാടിക്ക് പ്രതിബിംബിപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ എല്ലാത്തിനും പ്രതിബിംബിപ്പിക്കാനുള്ള കഴിവില്ല, ചിലതിനെ പ്രതിബിംബിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ സൂക്ഷ്മ ശരീരത്തിന് ഒരു ശക്തിയുണ്ട്, ആത്മചൈതന്യത്തെ പ്രതിബിംബിപ്പിക്കാനുള്ള ശക്തി. അപ്പോ വെള്ളത്തിലെ കാണുന്ന സൂര്യൻ അല്ലെങ്കിൽ മിററിൽ കാണുന്ന സൂര്യൻ മറ്റൊരു സൂര്യനെ പോലെ നമുക്ക് തോന്നും. ചൂടും അതിൽ നിന്ന് കിട്ടും, ഇല്ലേ? കണ്ണാടിയിൽ നിന്ന് ആ സൂര്യനെ പ്രതിബിംബിക്കുമ്പോ അതിൽ നിന്നും ചിലപ്പോ ചൂടുണ്ടാവും. അങ്ങനെയാണല്ലോ ചില സമയങ്ങളിൽ കാട്ടുതീയൊക്കെ ഉണ്ടാകുന്നത്. വെള്ളത്തില് സൂര്യരശ്മി തട്ടിയിട്ട് അതിൽ നിന്ന് ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ ചൂടുകൊണ്ട് കരിയിലകൾ കരിഞ്ഞ് ലെൻസ് പോലെ പ്രവർത്തിച്ചിട്ട് എന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ശക്തിയും കൂടെ പ്രവഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ സൂക്ഷ്മ ശരീരം ആത്മചൈതന്യത്തെ, ആത്മാവിന്റെ ചൈതന്യത്തെ സ്വീകരിച്ച് പ്രതിബിംബിപ്പിക്കുന്നു. കണ്ണാടിയില് സൂര്യനെ റിഫ്ലക്ട് ചെയ്യിക്കുവാനുള്ള ശക്തി ഉള്ളതുപോലെ മണ്ണിനോ പാറയ്ക്കോ അതിനുള്ള കഴിവില്ല. പക്ഷെ വെള്ളത്തിനല്ല, കണ്ണാടിക്ക് ആ കഴിവുണ്ട്. അതുപോലെ ആത്മാ എല്ലായിടത്തും ഉണ്ടായാലും, ആത്മാ ഇല്ലാത്ത സ്ഥലമില്ല, ആത്മാ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു എങ്കിലും സൂക്ഷ്മ ശരീരത്തിൽ മാത്രമാണ് ആത്മാവിന്റെ അറിവ്, ആ ചിത്ത് എന്ന ആ പ്രതിബിംബം ഉണ്ടാവുന്നത്. ആത്മാവിൽ മാത്രമേ, സൂക്ഷ്മ ശരീരത്തിൽ മാത്രമാണ് ആത്മചൈതന്യം, ചിത്ത് എന്ന അറിവ് സ്വരൂപം. ചിത്ത അറിവാണ്. നേരത്തെ പറഞ്ഞല്ലോ, സൃഷ്ടിയുടെ അറിവിനെയൊക്കെ കുറിച്ച് നേരത്തെ വിശദമായിട്ട് എടുത്തിട്ടുണ്ട്. ആ അറിവ് പ്രകാശിക്കുന്നത്, ഞാൻ ഉണ്ട് എന്നുള്ള ആ അറിവ് പ്രകാശിക്കുന്നത്, ഞാൻ അറിയുന്നു, ഞാൻ ജീവിച്ചിരിക്കുന്നു, ഞാൻ അറിയുന്നു, ഞാൻ ശ്വസിക്കുന്നു, ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു. അത് ഉള്ളത് എവിടെയാണ്? സൂക്ഷ്മ ശരീരത്തിൽ. എങ്ങനെ വന്നു? സൂക്ഷ്മ ശരീരത്തിന് ആ ആത്മചൈതന്യത്തെ പ്രതിബിംബിപ്പിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ പ്രതിബിംബിപ്പിക്കുമ്പോഴാണ് അവിടെ ചിത്ത് ആ പ്രതിബിംബത്തിൽ കൂടി പ്രവർത്തിക്കുന്നത്. കണ്ണാടിയിലെ സൂര്യൻ പ്രതിബിംബം, ഒറിജിനൽ സൂര്യൻ ബിംബം. അതുപോലെ തന്നെയാണ് ഇവിടെ. കണ്ണാടിയിൽ പ്രതിബിംബം വരുമ്പോ ഏതാണ്ട് ഒറിജിനൽ പോലെ, പക്ഷേ ഒറിജിനൽ അല്ല. അതിന്റെ പേര് അങ്ങനെ. ഒറിജിനൽ സൂര്യൻ അവിടെ ഉണ്ട്. കണ്ണാടിയിൽ ഒറിജിനൽ പോലെ ഒരു സൂര്യൻ ഉണ്ട്. ആ ഒറിജിനൽ പോലെയുള്ള സൂര്യന് പറയും, അങ്ങനെ വരുന്നതിന് പറയും ആഭാസം എന്നൊരു വാക്കാണ് വേദാന്തത്തിൽ ഉപയോഗിക്കുക. ഒറിജിനൽ പോലെ, അതിന് ആഭാസം എന്ന് പറയും. ഒറിജിനൽ പോലെ പ്രകാശവും മറ്റും നാം അനുഭവിക്കുന്നു. എന്നാൽ കണ്ണാടിയില് ഒറിജിനൽ അല്ല. അതിന്റെ പേര് ആഭാസം എന്നാണ്.
ഷൈനിങ് ലൈക്ക് ദാറ്റ്, അല്ലെ? സൂര്യനെ പോലെ, അതുപോലെ പ്രകാശിക്കുന്നു. കണ്ണാടിയിലെ സൂര്യൻ സൂര്യ ആഭാസം. ഒറിജിനൽ സൂര്യൻ അപ്പുറമുണ്ട്, കണ്ണാടിയിൽ കാണുന്നത് സൂര്യ ആഭാസം. അതുപോലെ ചിത്ത് എന്നാൽ ആത്മസ്വരൂപം. ചിത്ത് എന്നാൽ ആത്മസ്വരൂപം. ആ ചിത്ത് സൂക്ഷ്മശരീരമായ മനസ്സിൽ വ്യാപിക്കുമ്പോൾ ഈ ചിത്തിനെ പോലെ ഒരു ഉണർവ് നമ്മുടെ മനസ്സിനും ഉണ്ടാകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്, മനസ്സിലാക്കേണ്ടതാണ്. ചിത്ത് എന്നാൽ ആത്മസ്വരൂപം. ഈ ചിത്ത് സൂക്ഷ്മശരീരമായ മനസ്സിൽ വ്യാപിക്കുമ്പോൾ ഈ ചിത്തിനെ പോലെ തന്നെ, ഒറിജിനൽ ചിത്തിനെ പോലെ തന്നെ ഒരു ഉണർവ് നമ്മുടെ മനസ്സിന് ഉണ്ടാകുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? മനസ്സ് ജഡമാണോ? അല്ലേ? നേരത്തെ പഠിച്ചതാ, ഓർക്കണം. ജഡമാണോ മനസ്സ്? ആണ്, ജഡമാണ്. മനസ്സ് ജഡമാണ്. സൂക്ഷ്മ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളെല്ലാം ജഡമാണ്. അവർക്ക് ശക്തി നൽകിയതാരാണ്? ചിത്താണ്. അപ്പോ ഈ സ്ഥൂല ശരീരവും ജഡമാണ്, സൂക്ഷ്മ ശരീരവും ജഡമാണ്, കാരണ ശരീരവും ജഡമാണ്. അവർക്ക് ചൈതന്യം കൊടുക്കുന്നത് ആത്മാവാണ്, ബ്രഹ്മമാണ്. അപ്പോ ജഡമായ മനസ്സ് ജഡമാണ്. ജഡമായ മനസ്സിൽ ആര് പ്രതിബിംബിച്ചു? ചിത്ത് പ്രതിബിംബിച്ചു. അപ്പൊ ചിത്ത് ഒറിജിനൽ ചിത്തിനെ പോലെ തന്നെയുള്ള ചില സ്വഭാവങ്ങളെ അവിടെ കാണിക്കും. കാരണം മനസ്സ് ജഡമാണ്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ജഡമായ പഞ്ചഭൂതത്തിന്റെ വികാരം അഥവാ മാറ്റം, ജഡമായ പഞ്ചഭൂതത്തിന്റെ വികാരം അഥവാ മാറ്റമാണ് മനസ്സ്. ബൈ നേച്ചർ മനസ്സ് ജഡമാണ്. അങ്ങനെ ഇരിക്കെ ആത്മാവിന്റെ, അതായത് ചിത്തിന്റെ പ്രതിബിംബം മനസ്സിൽ ഉണ്ടാകുന്നു. അപ്പോൾ സൂക്ഷ്മ ശരീരത്തിലെ മനസ്സിൽ വേറൊരു ഫാക്ടർ വന്നു. എന്താണ് വന്നേ? സൂക്ഷ്മ ശരീരത്തില് ഒരു പ്രതിബിംബം കൂടി ഉണ്ടായി. സൂക്ഷ്മ ശരീരത്തിൽ എന്തുണ്ടായി? അഡീഷണൽ ആയിട്ട് ഒരു പ്രതിബിംബം കൂടെ വന്നു. നേരത്തെ അതില്ലല്ലോ. സൂക്ഷ്മ ശരീരം ഉണ്ടായപ്പോൾ മനസ്സും കാര്യങ്ങളെല്ലാം മാത്രമേ ഉള്ളൂ. പിന്നെന്തുണ്ടായി? ചിത്തിന്റെ ഒരു പ്രതിബിംബം മനസ്സിലുണ്ടായി, ഈ സൂക്ഷ്മ ശരീരത്തില് ഉണ്ടായി. ഈ ചിത്തിന്റെ പ്രതിബിംബത്തെ, മനസ്സിലുള്ള സൂക്ഷ്മ ശരീരത്തിലുള്ള ചിത്തിന്റെ പ്രതിബിംബത്തെ ചിതാഭാസൻ എന്നാണ് പറയുന്നത്. ചിത്ത് ആഭാസം ചെയ്തത്, ചിതാഭാസൻ. ഈ വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും വിശദമായിട്ടൊന്നും മനസ്സിലാക്കിയിട്ടില്ലല്ലോ. ഇപ്പോ ശങ്കരാചാര്യസ്വാമികള് ഭംഗിയായിട്ടത് പറഞ്ഞു തരുന്നു. എന്താണ് ആ പ്രതിബിംബം? ചിതാഭാസനാര്? എന്താണ് ആഭാസം എന്ന് പറയാൻ കാരണം? എല്ലാം പഠിച്ചു നോക്കാം നമ്മള്. അപ്പോ ആ പ്രതിബിംബത്തെ, ആത്മാവിന്റെ അഥവാ ചിത്തിന്റെ മനസ്സിലുള്ള പ്രതിബിംബത്തെ അഥവാ സൂക്ഷ്മ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തെ ചിതാഭാസൻ എന്ന് പറയുന്നു. അതായത് ചിത്ത് ആഭാസം ചെയ്തത്. കണ്ണാടിയിൽ സൂര്യൻ എന്ന പോലെ മനസ്സിൽ ചിത്ത് വന്നു, ആ ചിത്ത് ആഭാസം ചെയ്തതാണ്. അതുകൊണ്ടാണ് അതിന്റെ പേര് ചിതാഭാസൻ. ഇത് സംഭവിക്കുന്നത് എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട്, മരത്തിലൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇല്ല, ഇത് സംഭവിക്കുന്നത് സൂക്ഷ്മ ശരീരത്തിന്റെ ഒരു പ്രത്യേക ശക്തി ഉള്ളതുകൊണ്ടാണ്. സൂക്ഷ്മ ശരീരത്തിന് ഒരു പ്രത്യേക ശക്തി ഉള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ആ ശക്തിയും എവിടെ നിന്ന് കിട്ടുന്നതാണ്? ബ്രഹ്മത്തിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയാണ്. സൂക്ഷ്മ ശരീരത്തിന്റെ പ്രത്യേക ശക്തിയാണ് ഇത് നടപ്പാക്കുന്നത്. ജഡമായ സൂക്ഷ്മ ശരീരം ഇപ്പോൾ എന്തായി? ഉണർവുള്ള സൂക്ഷ്മ ശരീരമായി മാറി. അപ്പൊ നമ്മൾ എങ്ങനെ ഉണ്ടാവണമെന്നുള്ളതാ. നാം എന്ന് പറയുന്ന സംഭവം, ഞാൻ എന്ന് പറഞ്ഞ സംഭവം എങ്ങനെ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ജഡമായിട്ടുള്ള സൂക്ഷ്മ ശരീരത്തിൽ ഒരു ഉണർവുണ്ടായി, ആ ഉണർവാണ് ഞാൻ. ഇനി അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ കൂടുതൽ വ്യക്തമാവും. അപ്പോ സൂക്ഷ്മ ശരീരമായിട്ട് മാറി. അതിനാണ് മനസ്സ് ഉണർവ് രൂപമായിരിക്കുന്നത്.
അങ്ങനെയാണ് മനസ്സ് ഉണർവ് രൂപമായിട്ടിരിക്കുന്നത്. നമുക്ക് അറിവ് എന്ന മനസ്സുണ്ടായത് ആത്മാവിന്റെ പ്രതിബിംബത്തിൽ നിന്നാണ്. മനസ്സുണ്ടായത് ആത്മാവിന്റെ പ്രതിബിംബത്തിൽ നിന്നാണ്. ഇത്രയും കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത്, മരണം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഇപ്പോ ഒരു ഉണർവായി സൂക്ഷ്മ ശരീരത്തിലേക്ക് പ്രതിബിംബം വന്നു. ആ പ്രതിബിംബത്തിന്റെ പേര് ചിതാഭാസൻ എന്നാണ്. ഇനി കുറച്ചുകൂടെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം നോക്കാം. അടുത്ത ദിവസം മരണം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്, മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചിത്ത് എന്നാല് ആത്മസ്വരൂപം, അത് മനസ്സിൽ സൂക്ഷ്മ ശരീരത്തിൽ പ്രതിബിംബിക്കുന്നു. അപ്പോൾ ചിതാഭാസനായി ഒരു ഉണർവ് വന്നു മനസ്സിന്. ഇത്രയും വരെ മനസ്സിലാക്കിയിരിക്കുക. അടുത്ത ദിവസം ബാക്കി കാര്യങ്ങൾ നോക്കാം. എല്ലാവരുടെ പാദങ്ങളിൽ നമസ്കാരം. വളരെ ഗഹനമായ ഭാഗം നല്ല രീതിയിൽ മനസ്സിലാക്കുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. സായിറാം. സായിറാം.